പുറത്ത് കാർ കണ്ടു. നീ എവിടെയായിരുന്നു ഇതുവരെ? സ്കൂളില്ലേ നിനക്ക്? ആരാ വന്നിരിക്കുന്നെന്ന് പറയ്. മൂർത്തിയെങ്കിൽ ഭദ്രയുണ്ട്. ഭദ്ര കലാമണ്ഡലം. ഭദ്രയുടെ അച്ഛനും ഇവിടുത്തെ ആളും കൂടെ താഴെ ഉണ്ടായിരുന്നു ഇത്രയും നേരം. ചായ ഇടാൻ മാറിയ സമയം നോക്കി രണ്ടാളും കൂടെ എങ്ങോട്ടോ ഇറങ്ങി. എനിക്ക് ചായ ശീലമില്ല. ഇത്തിരി ഐസ് വാട്ടർ, 2-3 ടാബ്ലറ്റ്സ് ഉണ്ട് കഴിക്കാൻ. ദാ നിൽക്കുന്നു ഇവിടുത്തെ സന്താന ഗോപാലം. പഠിക്കാൻ മൊട്ടച്ചിയാ. ആ, ഞാൻ ഐസ് വാട്ടർ മറന്നു. ഇന്നാലെ ടിവിയിൽ വന്നില്ലേ ഭദ്ര ചേച്ചിയുടെ ഡാൻസ് പ്രോഗ്രാം? ഞാൻ കാസറ്റിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണണോ? ഇപ്പൊ ഏതായാലും വേണ്ട. ആ, ഞാൻ അവരെ ഒന്ന് നോക്കട്ടെ. എങ്ങോട്ട് പോയോ അവ രണ്ടുപേരും കൂടെ? വിഷം കഴിച്ചിട്ടാണ് അവൾ സ്റ്റേജിൽ കയറിയത്. an attempt of suicide. ഒരാഴ്ച ബോധമില്ലാതെ ആശുപത്രി കിടന്നു. അവിടെയും അവൻ വന്ന് ബഹളമുണ്ടാക്കി. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ആരോടും പറയാതെ ഇറങ്ങി പുറപ്പെട്ടു. ഇവിടെ നിൽക്കട്ടെ കുറെ നാള്. ഡിപ്രഷനൊക്കെ മാറിക്കഴിഞ്ഞ് എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാം. എനിക്ക് ബോംബെയിലേക്ക് മടങ്ങിപ്പോകാതെ പറ്റില്ല. അവിടെ തനിക്ക് പോണമെന്ന് നിർബന്ധമാണെങ്കിൽ വയ്ക്കോ. ഭദ്രയുടെ കാര്യം ഇവിടെ സേഫാ. മഞ്ജു, 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 ഒരു പെണ്ണ് അവിടെ വളഞ്ഞു നിൽക്കുവാ. വാ നമുക്ക് കാണാം. വാ മഞ്ജു, വാടി. നോക്കിട്ട് വാ. വാ മഞ്ജു. അങ്കിൾ, ഞാൻ തിരുനെല്ലിയിലോ മറ്റോ പോണമെന്ന്. അതെ, ഒരു നേർച്ചയുണ്ട് അച്ഛൻ്റെ വക. ഞാൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ നേർന്നത് ഒരു മെഡൽ നടക്കി വെക്കണം. റഷ്യയിൽ പോയപ്പോൾ കിട്ടിയതാ. മെഡലോ? എപ്പോഴാന്ന് അറിയിച്ചാ മതി, നമുക്ക് പൊയ്ക്കളയാം. നോക്കട്ടെ. ഗോൾഡ് ആണല്ലേ? എത്ര പവൻ വരും? പവൻ എനിക്കറിയില്ല. ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ ഭംഗി പിന്നെ ഭദ്രയെ നേരിൽ കാണുമ്പോഴാ. അങ്കിൾ, ഞാനൊന്ന്
ഓ യെസ്. പിന്നെ ഭദ്രേ, മഞ്ജുവിനെ ഡാൻസ് പഠിപ്പിക്കുന്ന പ്ലീസ്. ഓഹോ. അല്ല പിന്നെ ഭദ്രേ, ഈ പിന്നെ ഭാനുമതി കണ്ടിട്ടുണ്ടാവില്ല. கண்ணா மருந்து சாப்பிடு ராஜா. எழுந்து കുട്ടക്കുരു പക്ഷിയുടെ കഥ പറ. சொல்றேன் ராஜா. நீ முதல்ல மருந்து சாப்பிடு, அப்புறம் நான் கதை. ഇപ്പൊ പറയണോ? ஐயோ, அப்பா உள்ள இருக்காங்க, கோச்சுக்குவாங்க. இந்த மதிய അമ്മ അന്തുണ്ട് ശങ്കിനും മരുന്ന് കൊടുക്ക്. போதுமா? പഞ്ചാര இந்த അമ്മ ഇനി എപ്പോഴാ ഉത്സവം വരുവാ? അടുത്ത കൊല്ലം ശിവരാത്രിക്ക്. അപ്പോഴും അനന്ത് ആനപ്പുറത്ത് കേറുമില്ലേ? അമ്മ ആന എപ്പോഴാ വരുവാ? മോൻ വന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചു കിടക്ക്. പ്രാർത്ഥിച്ചാലേ ദൈവം എല്ലാം തരും. വാ. ഇവിടെ സ്വസ്ഥമായി കഴിയാമെന്ന് എനിക്ക് തോന്നണില്ല. കഴുകൻ്റേതുപോലെ ആസക്തിയുള്ള കണ്ണുകൾ ഇവിടെ എന്നെ ചൂഴ്ന്നു നോക്കി തുടങ്ങിയിരിക്കുന്നു. ഞാനൊരു 2 മാസം ഡാൻസ് പഠിച്ചിരുന്നു ഭദ്ര ചേച്ചി. ഫോക്കും ക്ലാസിക്കലും പഠിപ്പിച്ച ടീച്ചർ ഓടത്തിന്റെ കൂടെ ഒളിച്ചോടി. പ്രേമം അതോടെ എന്റെ പഠിത്തം നിന്നു. ആൽബം കണ്ടു കേട്ടോ, ചെത്തിട്ടുണ്ട്. ഒരു മെഡലും കണ്ടു എന്ന് പറഞ്ഞു അച്ഛൻ, റഷ്യയിലത്തെ. എനിക്കൊന്ന് കാണിച്ചു തരുമോ?